നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് നക്ഷത്രജാലത്തിലൂടെ രേവതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം നോക്കാം. അതിനു മുമ്പായി പറയട്ടെ, ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ വിശ്വസ്തരും കുലീനരുമായി കണ്ടുവരുന്നു. ജീവിതത്തിൽ സർവ്വ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന രേവതി നക്ഷത്രക്കാർ പൊതുവെ സുന്ദരികളും അന്തസ്സുള്ളവരുമായി കണ്ടുവരുന്നു. സന്ദർഭോചിതമായി പെരുമാറുകയും വൈദഗ്ധ്യത്തോടെ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. സാമ്പത്തിക കാര്യങ്ങൾ ഈ നാളുകാർ പിശുക്ക് കാണിക്കുകയില്ല. സൽസ്വഭാവവും ആത്മാർത്ഥതയും ഈ നാളുകാരുടെ മുഖമുദ്രയാണ്. ഇവർ സ്വതന്ത്ര ബുദ്ധികളും സ്വതന്ത്ര പ്രേമികളുമായി കണ്ടുവരുന്നു. തികഞ്ഞ ഈശ്വരഭക്തിയുള്ള ഈ നാളുകാർ കണക്കിൽ കവിഞ്ഞ ആരോടും വിധേയത്വം പുലർത്തുകയില്ല. അതിൽവിട്ട് ആരെയും അംഗീകരിക്കുകയോ ആദരിക്കുകയോ ഇല്ല. സ്വന്തം വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഈ നാളുകാർ ആർക്കും പണയപ്പെടുത്തുകയില്ല. ആരോഗ്യകാര്യങ്ങൾ ഇവർക്ക് യാതൊരു ചിന്തയുമില്ല. ബന്ധുക്കളെ കൊണ്ടോ പിതാവിനെ കൊണ്ടോ പറയത്തക്ക പ്രയോജനം ഈ നാളുകാർക്ക് ഉണ്ടാവുകയില്ല. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ രേവതി നക്ഷത്രത്തിൽ പിറന്നാൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരായി കണ്ടുവരുന്നു. ഇവർ ജനമധ്യത്തിൽ ആദരിക്കപ്പെടുന്നവരും അറിയപ്പെടുന്നവരുമായി തീരുന്നു. സ്നേഹത്തിൻ്റെ പേരിൽ ഈ നാളുകാർ ആരെയും വിശ്വസിച്ചെന്ന് വരില്ല. ശുദ്ധഗതിക്കാരായ നാളുകാർ പെട്ടെന്ന് ശോഭിക്കുന്നവരായി കണ്ടുവരുന്നു. ഈ നക്ഷത്രത്തിൽ പിറന്നവർ തെറ്റുപറ്റിയാൽ തിരുത്താൻ മടി കാണിക്കാറില്ല. സ്വപരിശ്രമം കൊണ്ടേ ഇവർക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അസാമാന്യ കഴിവും സാമർഥ്യവും ഈ നാളുകാർക്കുണ്ടായിരിക്കും. 55 വയസ്സ് വരെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുയോജ്യമായ ഫലം ഈ നാളുകാർക്ക് ഉണ്ടാവുകയില്ല. ശേഷം നല്ല സന്തോഷമുള്ള കാലമായിരിക്കും. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. ശാലീനത്വമുള്ള ഈ നാളിൽ പിറന്ന സ്ത്രീകൾ കുടുംബഭരണത്തിൽ തൻ്റെ ഇടവും കാര്യക്ഷമതയും പ്രവർത്തിക്കുന്നവരായിരിക്കും. അത് കാര്യക്ഷമമായിട്ടും തൻ്റെ ഇടത്തോടുകൂടി കുടുംബത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ഭർത്തസ്നേഹികളായ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുരംഗത്ത് ശോഭിക്കുന്നതായി കണ്ടുവരുന്നു. ഉദരരോഗങ്ങളോ ഗർഭാശയ രോഗങ്ങളോ ഈ നാളിൽ പിറന്ന ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.